തെരഞ്ഞെടുപ്പിലെ വീഴ്ച പരിശോധിക്കും, തിരുത്തലുകളുമായി മുന്നോട്ടെന്ന് ബിനോയ് വിശ്വം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനൈകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ തുടർന്നും ഇടതുപക്ഷം സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൗൺസിൽ യോഗങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത്. ഇടതുപക്ഷത്തിന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ അടിയൊഴുക്കുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു. എവിടെയെല്ലാമാണ് വീഴ്ചകൾ സംഭവിച്ചതെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും ഗൗരവമായി പരിശോധിക്കും. എല്ലാ മണ്ഡലങ്ങളിലെയും ഫലങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ ഫ്ലെക്സ് ബോർഡ് യുദ്ധം തുടരുന്നു. ഇന്ന് VD സതീശന് വേണ്ടി കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും അതിന് സോഷ്യൽ മീഡിയ പ്രചരണങ്ങളോ ഫ്ലെക്സ് ബോർഡുകളോ മാനദണ്ഡങ്ങളല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJP നേടിയ ചരിത്ര വിജയത്തിന് പിന്നിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ പേരുകൾ ഒഴിവാക്കിയ നടപടിയും സ്വാധീനം ചെലുത്തിയതായി റിപ്പോർട്ട്. BJP വിജയിച്ച 105 മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിനിടെ ഒഴിവാക്കിയ വോട്ടർമാരുടെ എണ്ണം BJP സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണെന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെற்றிക്കഴകത്തിന്റെ അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. മെയ് 7-ന് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകളാണ് TVK നേടിയത്. കേരളത്തിൽ വേനൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. വരുന്ന 5 ദിവസം മഴ തുടരും. കോട്ടയം, എറണാകുളം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അപ്രതീക്ഷിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ താഴെത്തട്ടിൽ വരെ വിശദമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെയ്, ജൂൺ മാസങ്ങളിലായി ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ പാർട്ടി ഘടകങ്ങളും യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF വിജയിച്ചത് ആരുടെയും മിടുക്കുകൊണ്ടല്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനോട് വിയോജിപ്പ് തന്നെയെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, രാഷ്ട്രീയമായ ആഭ്യന്തര പ്രശ്നമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ചിലരൊക്കെ അവരുടെ മിടുക്കുകൊണ്ടുള്ള വിജയമാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ജനം മാറ്റം വരാൻ ചെയ്ത വോട്ടാണെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ UDFൽ മുസ്ലിം ലീഗിന്റെ ഉപമുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നു. മുന്നണി അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിസ്ഥാനങ്ങളും നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്തുണയുണ്ടെന്ന റിപ്പോർട്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു. VD സതീശൻ ലീഗിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കങ്ങളിൽ ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കാനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി അമേരിക്ക. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നീക്കങ്ങളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ യുദ്ധം അവസാനിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചിട്ടില്ല. ഇറാനെതിരായ യുദ്ധത്തിൽ ഇനി US ആക്രമണം നടത്തില്ലെന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഘട്ടം അവസാനിച്ചെന്നും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം അറിയിച്ചു.
ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ വാഹനാപകടത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. യാത്രക്കാരുമായി പോയ ദീർഘദൂര ബസ്സും ഇന്ധന ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂട്ടിയിടിക്ക് പിന്നാലെ ഇരു വാഹനങ്ങൾക്കും തീപിടിച്ച മരണസംഖ്യ ഉയരാൻ കാരണമായി. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.